യാത്രയിൽ തനിയെ വിടുകയില്ല. അരങ്ങേറിടുമ്പോ കൂടെ വരും സഖിയ. ഈ മരുയാത്രയിൽ തനിയെ വിടുകയില്ല. അരങ്ങേറിടുമ്പോ കൂടെ വരും സഖിയ. ഉള്ളം കലങ്ങിടുമ്പോ സുനാഥൻ ഉള്ളം കലങ്ങളില മെല്ലെ തഴുകിടുന്നു. ഉള്ളം കലങ്ങിടുമ്പോ സുനാഥൻ ഉള്ളം കലങ്ങില മെല്ലെ തഴുകിടുന്നു. ഈ മരുയാത്രയിൽ തനിയെ വിടുകയില്ല. അരങ്ങേറിടുമ്പോ കൂടെ വരും സഖിയ. യാത്രയിൽ നീ എത്രയോ കാലുകളിടറിടുമ്പോ താമസമോ പ്രിയനേ കകലം കേട്ടിടുക. രാത്രിയിൽ ഇടുമ്പോ രാത്രിയിൽ ഇടുമ്പോ എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. അനുഗ്രഹീതമായ നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കർത്താവിന്റെ മഹനീയ ബലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കൂടി ചേർന്ന് നമ്മുടെ ശുശ്രൂഷയിൽ സഹായങ്ങളായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവം സംസാരിച്ച ദൈവദാസൻ, ഇവിടെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റെല്ലാ സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗപ്പെടുന്ന കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ സമയം ദൈവകർമ്മത്തിലായിരിക്കാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവദാസനെ പരിചയപ്പെടുത്തിയല്ലോ. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് നെങ്ങിയാറുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്വദേശം. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് വണ്ടാനത്ത്, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനടുത്തുള്ള സ്ഥലത്താണ്. കർത്താവിന്റെ വേലിയോടുള്ള ബന്ധത്തിൽ ആലപ്പുഴ വെസ്റ്റ് സർക്കിളിലായി തിരുവനന്തപുരത്തിലായിരിക്കുന്നു. അതിലേക്ക് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നോട് ചേർന്ന് പ്രവർത്തിപ്പാനിടയായി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അമ്മയുടെ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പ്രത്യേക സ്നേഹം അറിയിക്കുവാൻ പറഞ്ഞു. അമ്മയെ ദൈവദാസന്റെ സ്നേഹം ദൈവദാസനെയും കുടുംബത്തെയും സഭയെ അറിയിക്കുന്നു. കർത്താവിനെ സഹായിക്കുവാനായി. നിങ്ങളിൽ ഒരുവരെ പോലെ ഒരു കാലത്ത് ഒരു ജോലി തേടി സൗദി അറേബ്യ പോയ വ്യക്തിയാണ്. പല ബാധ്യതകളും ഉണ്ടാക്കി സൗദി അറേബ്യ ജോലി തേടി പോയ എന്നെ ദൈവത്തിനാണ് ഈ സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചത്. എന്റെ 11 വർഷം അമ്മയിൽ സൗദി അറേബ്യയിൽ ജോലിയോടുള്ള ഒന്നിനായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അപ്പോൾ തന്നെ അവിടെയുള്ളതായ ഒരു ചെറിയ കൂട്ടായ്മ ലീഡ് ചെയ്യുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ 8 വർഷത്തോളം അവിടെയുള്ള ചെറിയ കൂട്ടായ്മ ലീഡ് ചെയ്യുവാനും അമ്മയെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ കൃപയാൽ അനേകരെ കർത്താവിന്റെ വഴിയോടെ നേടുവാൻ ആ വിലക്കപ്പെട്ട ദേശത്ത് അനേകരെ സ്ഥാനപ്പെടുത്തുവാനുള്ള ഭാഗ്യം അമ്മയെ ഒരു കഴിവില്ലാത്ത എനിക്ക് ദൈവം തന്നു. അതാണ് എന്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ദൈവങ്ങളുടേതായ പ്രത്യാശയോട് പറയട്ടെ, ധൈര്യത്തിനോട് പറയട്ടെ. ഒരിക്കൽ അമ്മയെ സ്തോത്രം ഞങ്ങളുടെ കൂട്ടായ്മ പോലീസുകാർ പിടിക്കുന്നതായിട്ടും
അവിടെ നിയമപ്രകാരം അവിടെ ആരാധിക്കുവാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നുപോയപ്പോൾ ആമേൻ പിടിച്ച ആ ദിവസം പലരും പല ദൈവദാസന്മാരും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അന്ന് തന്നെ പുറത്തു വന്നു. എങ്കിലും 3 മാസത്തിനുള്ളിൽ വിധി വരും. ആ വിധി വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വിധി കാത്തിരുന്ന ഞങ്ങളെ ദൈവം തമ്മിൽ അത്ഭുതകരമായി വിടുവിച്ചു. ഉണ്ടായിരുന്നതായ സ്തോത്രം, പാട്ടുപുസ്തകം, ബൈബിള് എല്ലാവരും ചാക്കിനകത്തിൽ കയറ്റി അവര് കൊണ്ടുപോയി. സ്തോത്രം. എന്നാൽ 2.5 മാസം കഴിഞ്ഞപ്പോൾ വിധിക്ക് വേണ്ടി എന്ത് വിധിയാണ് വേണ്ടതായ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പല രീതിയിൽ കടബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ ഞാൻ പറയട്ടെ, അനേകം കളിയാക്കി അവന്മാരോട് പ്രാർത്ഥിക്കാൻ പോകരുതല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഒറ്റ കുഞ്ഞുങ്ങളെ പോലും കയറ്റിവിടുവാനോ ജയിലടയ്ക്കുവാനോ ദൈവം തമ്പുരാൻ അനുവദിച്ചില്ല. വിധി കാത്തിരുന്നവരുടെ മധ്യത്തിൽ ദൈവം ഞങ്ങളുടെ തലയെ ഉയർത്തുവാൻ ദൈവം അവസരമൊരുക്കി. മാത്രമല്ല ഹല്ലേലൂയ, ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ബൈബിള് പാഠപുസ്തകം എല്ലാവരും ചാക്കിനകത്ത് കയറ്റി അവർ കൊണ്ടുപോയി. ഒരിക്കൽ ഞങ്ങള് ചോദിച്ചു, ഒരു പോലീസുകാരനെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പിടിച്ചായിരുന്നു. പിടിച്ചപ്പം ഞങ്ങളുടെ ബൈബിളൊക്കെ കൊണ്ടുപോയി അതിന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ വന്ന് എല്ലാം കത്തിച്ചു കളഞ്ഞെന്ന് പറയാൻ ഭാരപ്പെട്ടു. ഞാൻ പറയട്ടെ, അന്ന് ഒരു ബൈബിളോടെ കൊണ്ടുപോകണം വളരെ ഭാരപ്പെട്ടു. എന്നാൽ ദൈവങ്ങളെ ഞാൻ പറയട്ടെ, ഈ വിധി കാത്തിരുന്ന ഞങ്ങളെ 2 സഹോദരന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു പേപ്പറുകളൊക്കെ കൊടുത്തിട്ട് അവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മൂലയിരിക്കുന്ന ചാക്കിട്ടെടുത്തത് പൊക്കോളമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത അനുഭവമാണ്. കാരണം സൗദി അറേബ്യയുടെ ജീവിതത്തിൽ ഒരിക്കലും അവര് ബൈബിൾ തിരിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത അനുഭവത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് ഇന്ന് പകർത്തുന്ന നന്ദിയുള്ള ഹൃദയങ്ങളോടുകൂടെ ദൈവങ്ങളുടെ പ്രത്യാശയ്ക്ക് വേണ്ടി പറയേണ്ട ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നീണ്ട 8 വർഷത്തോളം ശുശ്രൂഷയിലായിരിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ കണ്ട ഒത്തിരി നാളുകൾ മുൻപോട്ട് പോയി. ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണ സമയം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അനുസരിക്കാതെ വന്ന ദൈവമാണ് ഞാൻ. എന്നാൽ ദൈവം എന്നെ തക്ക സമയം വിളിച്ചിറക്കി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ 11 വർഷവും ജോലി ചെയ്തിട്ടും ദൈവം തമ്മിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എത്ര നാള് നിങ്ങളുടെ ജോലി തരം ഒരു പൈസ പോലും സമ്പാദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്നുമില്ലാത്തവനായിട്ട് മടങ്ങി വരേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. ഇത് പറയുന്ന മറ്റൊന്നും ചിന്തിക്കാൻ വേണ്ടിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയവയാണ്. പ്രവർത്തിയും ദൈവത്തെ സ്തുതിച്ച് അങ്ങനെ കർത്താവിന്റെ കൃപയാൽ 7 വർഷത്തിന് മുമ്പ് ഈ വണ്ടാനം സ്ഥലത്ത് വന്ന് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയം മുൻപോട്ട് ഓടിപ്പോകുന്നത് ഞാൻ വചനത്തിലേക്ക് വരട്ടെ. സ്തോത്രം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മയൊക്കെ രൂപാന്തരപ്പെടുത്തിയത്. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മെ ഓരോ ദിവസവും ജയോത്സവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. സ്തോത്രം. ഈ വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നമ്മളെപ്പോഴും വചനം കേൾക്കുന്നവരാണ്, വചനത്തിന്റെ മുമ്പിൽ സന്തോഷിക്കുന്നവരാണ്. അത് കാരണം എന്താ, വചനം കേൾക്കും തോറും എന്തറിയാമോ, അതിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുവാൻ ഇടയാകുന്നത് കൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മൾ പഴയ നിയമ ഇസ്രായേലിനോട് പറയപ്പെട്ട വാക്കുകളാണ് ഇന്ന് ദിവസം നമുക്ക് വായിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത് ദേശം ചെയ്ത് കൈവശമാക്കേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കണം. ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിനനുസരണമായി തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. കാരണം
അതിൽ ഇന്ന് വചനം വേണ്ട പ്രൈസലോ മറ്റു പലതിലേക്കും ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ കണ്ട് വിടുതലും അനുഗ്രഹവും ഒക്കെ മാരിയായൊക്കെ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ കണ്ട് ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ വചനമാണ് ഒരു ദൈവത്തിന്റെ ഫൈനലിനോട് ബന്ധത്തിൽ ഏറ്റവും അതിപ്രധാനമായി നിലയ്ക്കുന്ന ദൈവത്തിന്റെ സ്വന്തം. പഴയ ഇസ്രായേലിന് കൊടുത്തപ്പോഴും അത് കണ്ടവരെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കണം. നടന്നാൽ എന്തൊക്കെ ലഭിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്തൊക്കെയായി തീരാനിടയായിട്ട് ഒന്നാമത്തെ ഭാഗം എന്താ പറയുന്നത്? പ്രൈസലോ. ഒന്ന്, നിങ്ങൾ ജീവിച്ചിരിക്കണം. ചോദിക്കപ്പോൾ ഇന്ന് പകർത്തും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ജീവിച്ചല്ലേ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും ജീവിച്ചല്ലേ ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിലെ ജീവൻ ഇന്ന് പകർത്തും എത്ര പേരിന്ന് പ്രാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഏകാഗ്ര ഹൃദയത്തോടുകൂടിയാണ് എന്റെ പകർച്ചു വേണ്ടി ആയിരിക്കുന്നത്. ദൈവസന്നിധനായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഉള്ളിൽ ജീവനുള്ളവർ അറിയാ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഉള്ളിൽ ജീവനുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. പഴയ നിയമഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എസെക്കിയേലോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. എസെക്കിയേലിനെ താഴ്വരയിലേക്ക് കൊണ്ട് നിർത്തിടുവാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. എസെക്കിയേല്, ഈ അസ്ഥികൾ ജീവിക്കുമോ? എസെക്കിയേല് പറയുന്നത് അറിയാമോ? യഹോവയായ കർത്താവേ, നീ അറിയുന്നു. വീണ്ടും എസെക്കിയേലോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് പോലെ നീ പ്രവചിക്കാമെങ്കിൽ ഉണങ്ങി കിടക്കുന്നതായ, ആർക്കും വേണ്ടാതെ കിടക്കുന്നതായ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായ ഈ അസ്ഥികുമാരങ്ങൾ യോജിക്കുവാനിടയായി തീരും. എസെക്കിയേൽ പ്രവാചക പുസ്തകം 37-ാം അധ്യായത്തിന്റെ സ്തോത്രം 13-ാമത്തെ വാക്യം വായിച്ചാണ്. 13-ാമത്തെ വാക്യം വേഗത്തിൽ. സ്തോത്രം. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. എങ്ങനെയാക്കുമെന്ന് പറയാൻ 7-ാമത്തെ വാക്യം വായിച്ചാൽ. 7-ാമത്തെ വാക്യം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. നോക്കണം, അസ്ഥിയോടെ വന്നു ചേർന്ന് അസ്ഥിയോടെ ഇന്ന് പകൽ സമയം ഒരു കാര്യം പറയുന്നത്, യഥാർത്ഥ ദൈവീയ പ്രവചനം വന്നാൽ യോജിക്കാനിടയായിത്തീരും. അവൻ ചിതറിക്കുന്ന നല്ല പ്രവചനം പറയുന്നതോ. ഇന്ന് അനേക സഭകളെ, കുടുംബങ്ങളെ ചിതറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ സമയം ഞാൻ പറയട്ടെ, അവന്റെ പുറകെ പോകല്ല. അവൻ യഥാർത്ഥ പ്രവചനം യോജിക്കാനിടയാകും. യോജിക്കാതിരിക്കുന്ന വ്യക്തികളെ ഇന്ന് യോജിക്കാനിടയാകുന്ന പലതിനും നമുക്ക് യോജിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഇന്ന് വ്യക്തമായി പറയട്ടെ, യോജിക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തിയേറിയ പ്രവർത്തിക്കും. ഇവിടെ നിൽക്കുന്നില്ല, വേഗത്തിൽ കാര്യങ്ങൾ പറയണമല്ലോ. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം വേഗത്തിൽ വായിച്ചു വിടണമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചവരിൽ നിന്ന് വേർപിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പള്ളിയിലിരുന്നു. യേശുവിനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. പ്രൈസലോ. എന്നാൽ അതിന്റെ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസലോ. ആർക്കും വേണ്ടാതെ കണ്ട് അവൻ മരിച്ച് ഒരു കല്ലറയ്ക്കുള്ളിലേക്ക് കൊണ്ട് ഒതുക്കി വെച്ചിട്ട് പ്രൈസലോ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് മുൻപോട്ട് കടന്നുപോയപ്പോൾ പ്രൈസലോ യേശുനാഥൻ അവിടേക്ക് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. ലാസറേ
പുറത്തു വരിക എന്ന് പറഞ്ഞ ആ പുറത്തു വന്ന ശബ്ദത്തിന്റെ മധ്യത്തിൽ ആമേൻ പ്രൈസലോ അങ്ങനെയാണ് പന്തിയിരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. സഹോദരി പറഞ്ഞു നാറ്റം വെച്ചെന്ന്. ആമേൻ പ്രൈസ പ്രിയപ്പെട്ടവർ പറഞ്ഞു പ്രതീക്ഷയില്ലെന്ന്. പ്രൈസലോ എന്ന ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി അവൻ ദൈവപ്രവൃത്തിയോട് വെളിപ്പെട്ട് വരണിയായി തീർന്നു. പ്രൈസലോ എങ്ങനെ യേശുവിനോടുകൂടെ പന്തിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കൂ. ഇന്ന് പകൽ സമയം ഒരു കാര്യം ഈ വചനത്തിന് മുമ്പ് ഞാൻ പറയട്ടെ. ആമേൻ ആർക്കും വേണ്ടാതെ കിടന്ന നമ്മെ ചിന്തിച്ചിരിക്കണം നമ്മെ അമ്മയെ നാറ്റം വെച്ച് കിടന്ന എന്നെയും നിങ്ങളെയും അവൻ ദൈവം തമ്പുരാൻ വീട്ടുവരുത്തി അവൻ വന്നിരിക്കുന്ന ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് നന്ദി നിറഞ്ഞ നന്ദിയുടെ ഹൃദയങ്ങളോടുകൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നില്ല. രണ്ടാം ഭാഗത്തേക്ക് വരട്ടെ. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകത്തില് നമ്മൾ വായിച്ചതാണ്. ഒന്ന്, നിങ്ങൾ ജീവിച്ചിരിക്കണം. രണ്ട്, വർദ്ധിക്കണം. വർധനം എന്നുള്ളത് ഏറ്റവും അതിപ്രധാനമായ വിഷയമാണ്. ആമേൻ സ്തോത്രം. അതിലാണ് അധികം സമയം ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. സമയം മുൻപിലില്ലല്ലോ. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 26-ാം അധ്യായം 12-ാം വാക്യം അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഇസഹാക്കിനോട് ചോദിച്ചാൽ ഇസഹാക്ക് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് അറിയാമോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നോട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് നീ പാർക്കണം. അങ്ങനെ ഹല്ലേലൂയ ആമേൻ ഗേരാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ ഇസഹാക്ക് പാർക്കുമ്പോൾ ആമേൻ ഒരു പ്രതീക്ഷയും തന്റെ മുമ്പിലില്ല. കാരണം തനിക്ക് ലഭിച്ച സ്ഥലം പാറകളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലമായിരുന്നു. എന്നാൽ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ ആ അവസ്ഥകൾക്ക് മാറ്റം തുടങ്ങി. ഇന്നൊരു ഭഗവത്സമയം ഒരു കാര്യം പറയട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വഴികളിൽ ആർക്കോട് കൊയ്യുവാൻ തക്കണം വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വസ്തുവിന്റെ മാറ്റം വന്നു. ആമേൻ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചപ്പോൾ എത്ര മേനി കിട്ടി? 100 മേനി കിട്ടി. 100 മേനി കിട്ടിയപ്പോൾ ഹല്ലേലൂയ ആമേൻ അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഇത് കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അവരോട് അസൂയ തോന്നി. രാജമാണികൾ വർദ്ധിച്ചു. ആമേൻ പ്രൈസ്. ഇത് കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭാഗം ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പോൾ അതിന് 22-ാമത്തെ വാക്യം വായിക്കും. 22-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ നിന്ന് മാറി വേറൊരു കിണർ കുഴിച്ചു. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽ സമയം ഈ വചനം കേൾക്കുമ്പോൾ ഇടം തരുത്തില്ല എന്ന് പറയുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് ഇടം തരുന്ന ദൈവമാണ്. യഹോവ നമുക്ക് ഇപ്പോൾ ഇടമുണ്ടാക്കി തരുമെന്ന് തന്നു എന്ന് പറഞ്ഞ് ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ സമയം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവങ്ങളെ, ഇടം തരത്തില്ലെന്ന് ശത്രു പറഞ്ഞപ്പോൾ ഇടം തന്ന സ്ഥാനങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പല വിഷയങ്ങളും ഇടം തരത്തില്ലെന്ന് പറഞ്ഞ് ശത്രു വാദിക്കുമ്പോൾ ആ ഇടം തരത്തില്ലെന്ന് പറയുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ ഇടം തരുന്ന ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എവിടെ ഇടം തരത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ഇടം തരുത്തുവാൻ അവ ഇടവരുത്തുന്ന ദൈവമാണ്. ഈ ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. ഇടം തരത്തില്ലെന്ന് പറയുന്ന ഇടങ്ങളിൽ ഇടം തരുന്നതും സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 41-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം വേഗത്തിൽ. സ്തോത്രം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ഏത് ദേശം? സങ്കടദേശം. ഇന്ന് പകൽ സമയം ആമേൻ ഓർത്തു നോക്കിയേ. പലപ്പോഴും സങ്കടപ്പെടുന്ന സന്ദർഭങ്ങൾ ആമേൻ മറന്നു പോകരുത്. അവിടെ നമ്മെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന കർത്താവ്. ആമേൻ. ഇന്ന് നീ പല വിഷയത്തിലും സങ്കടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. പലതിലും നീ വേദനപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നീ കുടുംബത്തിൽ സങ്കടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നിന്നെ പലരും സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ സങ്കടപ്പെടുന്ന ഇടങ്ങളിൽ മറ്റൊരിടത്തല്ല, നീ എവിടെ സങ്കടപ്പെട്ടോ അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നിന്റെ ആ പകൽസമയം ആരാധിക്കുന്നത്. കഴിയുന്നത് എവിടെയാണ് നിന്റെ സങ്കടം? നിന്റെ സങ്കടം ആര് കാണുമെന്ന് ചിന്തിച്ച് പലപ്പോഴും ഉള്ളു വേദനയോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ നിന്റെ സങ്കടങ്ങളെ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ.
പുറപ്പാട് പുസ്തകം 1-ാം വാക്യമായി ഇങ്ങനെയാണ് വെച്ചാൽ അവരെ പീഡിപ്പിക്കപ്പെടും തോറും ജനം പെരുകി വർദ്ധിച്ചു. പീഡിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ, വേദന അനുഭവിക്കുന്ന ഇടങ്ങളിൽ, അവിടെയാണ് വർദ്ധനവ് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നത്. വേറൊരിടമല്ല. എവിടെ നീ പീഡ അനുഭവിക്കുന്നു അവിടെ ഒരു വർദ്ധനവ് ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ നീ പീഡ അനുഭവിച്ചപ്പോൾ ദൈവസമയമെന്ന് പറഞ്ഞില്ലേ, അവൻ പീഡയാണെന്ന്. അവൾ നിന്നെ വർദ്ധിപ്പിച്ച കാര്യങ്ങള് ഇന്ന് വയസ്സിന് മറന്നു പോകരുത്. ആ ഭാഗത്തിന് വേണ്ടി മൂന്നാമത്തെ അതിപ്രധാനമായ ഭാഗത്തേക്ക് പറഞ്ഞിട്ട് വേഗത്തിൽ വാക്കുകൾ നിർത്തേണ്ട ദൈവത്തിന്റെ സ്തോത്രവും. മൂന്നാമത്തെ ഭാഗം നമ്മൾ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ ദേശം, പിതാക്കന്മാരുടെ സത്യത്തിൽ ദേശം കൈവശമാക്കണം. ഏറ്റവും അതിപ്രധാനമായ വിഷയമാണ്. ജീവൻ നല്ലതാണ്. അനുഗ്രഹം ദൈവം നമുക്ക് ഈ ഭൂമിയിലെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുക. എന്നാൽ ഇതെല്ലാം ഇട്ടിറങ്ങിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് നാം ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. നമ്മുടെ ദേശം നാം സ്വന്തമാക്കണം. നമ്മുടെ ദേശം നാം സ്വന്തമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, നാം ഇവിടെ ഉണ്ടാക്കിയതായ സകലതും നാം ഇവിടെ നിന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് നാം എല്ലാവരും തുറന്നു പോകേണ്ടവരാ. അല്ലെങ്കിൽ കടന്നു പോകണം. ഒന്നി നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിനെ കാരണം ധരിക്കും. അത് വരുമ്പോൾ നാം ഇവിടെ നിന്നിട്ട് പോകേണ്ടതാ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുകയാണ്, കൊട്ടാരമായാലും വീട്ടേ മതിയാകൂ, കൊട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, വണ്ണം വരുത്താലും മണ്ണിനിരയത് കണ്ണിന്റെ ഭംഗിയും 10,000 നീല ഒക്കി പണുതാലും അതിനുള്ളിലും മൃത്യു. ഈ പാട്ട് പലർക്കും ഇവിടെ അറിയാം, പലയിടത്തും ഇത് അറിയത്തില്ല. കാരണം ഇന്നെല്ലാം പുതിയ പാട്ടുകൾ ഇങ്ങനെ കണക്കപ്പെരുപ്പെടുന്നു. എന്നാൽ പഴയ പാട്ടുകളൊക്കെ ഒന്ന് പാടി സന്തോഷിക്കണം. എന്നറിയാമോ? എത്ര സന്തോഷമെന്നറിയാമോ? ഹല്ലേലൂയ. ഡോക്ടർമാര് പാടി, എന്താ പാടി? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പാടി, കാലന്റെ കൊല്ലമായി മൃത്യുവായും കാലും കൈയും കെട്ടി കൊണ്ടുപോകാൻ കണ്ണും മിഴിച്ചും ഞാൻ വായും പിളർന്നങ്ങ് ഈ മണ്ണോട് മണ്ണങ്ങ്. ഈ മണ്ണോട് മണ്ണൊക്കെ ചേരണം. ആ പാട്ടുകാരൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവിടെ പറഞ്ഞു, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം മുറുകിൽ, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ, കർത്താവ് എനിക്കൊരു വാസസ്ഥലമില്ല, എത്ര കാലം മുൻപേ തീർക്കാൻ പോയി. പ്രത്യാശയോടെ ആ പാട്ടുകൾ പാടുമ്പോൾ, പാടുകയാണ്, ആ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും, ആ വീട്ടിൽ മൃത്യു ഇല്ല വഴി, 10,000 കോടി ദൂതന്മാർ മധ്യേ ഞാൻ എന്റെ കർത്താവം യേശുവിൻ കൂടെ വാഴും. അവിടെ കൊണ്ട് നോക്കിയാണെങ്കില് എന്റെ കർത്താവിനോട് കൂടെ വാഴുന്ന നമ്മുടെ ദേശം കൈവശമാക്കുവാൻ എത്ര പേര് പ്രയാസമായിരിക്കുന്നുണ്ട്. കൂടാരമായ അഴിഞ്ഞു പോയാ കാര്യമുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. നിങ്ങളുടെ നമ്മള് ഇന്ത്യൻ പൗരന്മാരെ നിൽക്കുമ്പോൾ ഇന്ന് വൈകിട്ട് ഒരുപാട് വെക്കണം. ഒരു ദൈവത്തിന്റെ പൈതലാണെന്ന് പറയണം, എന്റെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തില. നമ്മുടെ പൗരത്വം സ്വർഗത്തില. അവിടെ പോകാൻ വൈകിട്ടുണ്ടോ? നമുക്ക് വേദനകളുള്ള ദേശമാണ്, കണ്ണുനീര് നിറഞ്ഞ ലോകമാണ്.
ആ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ പ്രത്യാശയോടുകൂടെ അവയാക്കര നാട്ടിൽ ഹല്ലേലൂയ ഏത് നാട്ടിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിനെ എന്നിൽ വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസത്തിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അവൻ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ എവിടെ ഞാനിരിക്കുന്ന ഇടത്ത് ഏതൊരു സ്ഥലത്തല്ല എന്റെ കർത്താവിനോടുകൂടി ഇരുത്താമെന്ന് പറഞ്ഞിട്ട് പോയ കർത്താവ് എത്രയും വേഗം വരും. ഇന്ന് പകരം എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? അവൻ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, അവൻ കണ്ണുനീരിൽ കൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ വേദനയുള്ള ശരീരം ഈ കഷ്ടതയുള്ള ലോകത്തിൽ അവൻ പ്രൈസലോ മറ്റുകാരൻ പാടിയില്ലേ കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പാവേ നിന്നെ ഇന്ന ഒരാളായി ആരും ആരുവിൽ ഒരു തുണയില്ല ഒരു ദിനവും നീ വിനയരുതേ ഒരു തുണയില്ല ഒരു ദിനവും നീ വിനയരുതേ ഒരു കരുതുന്നതല്ല നിനക്കല്ലയോ ഒരു കരുതുന്നതല്ല എനിക്കല്ലയോ കുറുകി കാത്തിരിക്കും എന്റെ പ്രിയപ്പെട്ട